മരണഭീതിയാൽ ചോര തണുത്തുറയുന്ന നിമിഷങ്ങൾ. നിന്ന നിൽപ്പിൽ പോൾ ബാബു അടിമുടി വിയർത്തു. ഒന്നനങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഇങ്ങനെയൊന്നുണ്ടാവുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല. ഡെയ്സിയും റീനയും അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ്. രണ്ടുപേരുടെയും കൈവിരലുകൾ കഠാരയിൽ മുറുകിയിരിക്കുന്നു. മിസ്റ്റർ പോൾ ബാബു, ഡെയ്സി വിളിച്ചു. ബലാത്സംഗം ചെയ്തവന്റെ കാലിൽ തൊട്ട് തൊഴുന്നവളല്ല ലാസറിന്റെ ഈ മകൾ. നിങ്ങളത് മനസ്സിലാക്കണം. എനിക്കിനി ഭൂമിയിൽ ഒരു പുരുഷനെയും പേടിയില്ല. കോടീശ്വരനായാലും ശരി, എന്നെ നശിപ്പിച്ചനോട് ഞാൻ പകരം ചോദിക്കും. അവൾ പല്ലു ഞെരിച്ചു. റീന അപ്പോൾ അയാളോട് കുറെ കൂടി അടുത്തു നിന്നു. നാടും വീടും വിട്ട് വല്ല കാട്ടിലും ചെന്ന് ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. താനാണെങ്കിൽ ഈ കൊട്ടാരത്തിലെ പട്ടുമെത്തയിൽ കിടന്ന് സുഖിക്കുകയും. ഇന്നുകൊണ്ട് തൻ്റെ ജീവിതം ഞങ്ങൾ അവസാനിപ്പിക്കും. അന്ത്യകുദാശയ്ക്ക് അച്ഛനെ വിളിക്കാൻ പോലും തനിക്ക് ഞങ്ങൾ സമയം തരില്ല. റീന അയാൾക്ക് നേരെ കഠാര ഉയർത്തി. അയ്യോ അരുത്! പോൾ ബാബുവിൻ്റെ സ്വരം പെട്ടെന്ന് ദയനീയമായി. ഡെയ്സി പ്രസവിച്ച കുട്ടി എൻ്റേതാണെങ്കിൽ ഞാൻ അതിന് നഷ്ടപരിഹാരം തരാം. അയാൾ ഒരു പോംവഴി നിർദ്ദേശിച്ചു. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ അത് എത്ര കാണും? ഡെയ്സി ചോദിച്ചു. 1000 രൂപ. 1000 ഉലുവ. തനിക്ക് ഒരു ദിവസത്തേക്ക് വിദേശ മദ്യം കഴിക്കാനുള്ള തുകയില്ലല്ലോടാ അത്, റീന പറഞ്ഞു. എന്നാ 2000 തരാം. കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കാതെ നിങ്ങൾ പോകണം. ഇവിടെ ഞാനൊരു മാന്യനായിട്ടാണ് ജീവിക്കുന്നത്. മാന്യൻ? ആ പദം ഉച്ചരിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല. തന്നെ തല്ലിക്കൊന്ന് ഈ മണിമാളികയുടെ മുന്നിൽ കെട്ടി തൂക്കണം. താൻ നശിപ്പിച്ചുള്ള സ്ത്രീകളിൽ ഓരോരുത്തരും വന്ന് തൻ്റെ നാറുന്ന ശവത്തിൽ കാറി തുപ്പണം. എടാ മനുഷ്യ, പണക്കാരനാകുന്നത് ഒരു ഭാഗ്യമാ. ആ ഭാഗ്യം ഉപയോഗിച്ച് പക്ഷേ സാധുക്കളെ ദ്രോഹിക്കരുത്. എൻ്റെ അനുജത്തി പ്രസവിച്ച കുട്ടിക്ക് അർഹതപ്പെട്ട സ്വത്ത് കിട്ടണം. 1000-ഉം 2000-ഉം ഒക്കെ താൻ വല്ല പള്ളി പെരുന്നാളിനും സംഭാവന ചെയ്യേ. റീനെ, ഞാൻ നിങ്ങൾക്ക് 5000 രൂപ തരാം. അതിലപ്പുറം ഒറ്റ പൈസ പോലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. വേണ്ട, ആയിരങ്ങളുടെ കണക്ക് നമുക്ക് കോടതിയിൽ പറയാം. എൻ്റെ കുഞ്ഞിന് കിട്ടാനുള്ള സ്വത്തിന് വേണ്ടി ഞാൻ നിയമയുദ്ധം നടത്തും, ഡെയ്സി ഒരു ശബ്ദം പോലെ പറഞ്ഞു. ചുറ്റിയ പാമ്പ് കടിച്ചേ പോകൂ എന്ന് പോൾ ബാബുവിന് തീർച്ചയായി. കോടതിയും കേസും ഒന്നും വേണ്ട. ഞാൻ ഇപ്പോൾ തന്നെ ഒരു അഡ്വക്കേറ്റിനെ വിളിക്കാം. അയാളുടെ മധ്യസ്ഥതയിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാം. എന്താ, സമ്മതമാണോ? ശരി, സമ്മതിച്ചിരിക്കുന്നു, റീനയും ഡെയ്സിയും ഒരുപോലെ പറഞ്ഞു. ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ടെലിഫോൺ. പോൾ ബാബു റിസീവർ കയ്യിലെടുത്ത് ഒരു നമ്പർ കറക്കി. ഹലോ, വില്യം ഗോമസ് അല്ലേ? എനിക്ക് നിങ്ങളുടെ സേവനം ഉടനടി കിട്ടണം. വിശദ വിവരങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കാം. ബി ക്യൂക്ക്, ഒരു നിമിഷം പോലും വൈകരുത്. നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും തീരുമാനമുണ്ടാവും. റിസീവർ ക്രാഡിലിൽ വെച്ചിട്ട് പോൾ ബാബു സോഫയിലിരുന്നു. രക്ഷപ്പെട്ട് കിട്ടിയതുപോലെ അയാൾ ഒന്ന് നെടുവീർപ്പിട്ടു. കടാരകൾ പഴയ സ്ഥാനത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് റീനയും ഡെയ്സിയും അഡ്വക്കേറ്റിനെ കാത്തിരുന്നു. മുത്തുവിൻ്റെ കയ്യിലിരുന്ന് അപ്പോൾ ഹണിമോൾ കരഞ്ഞു. ഡെയ്സി കുഞ്ഞിനെടുത്ത് പാല് കൊടുത്തു. പോൾ ബാബു മുത്തുവിൻ്റെ നേർക്ക് തറപ്പിച്ചൊന്ന് നോക്കി. നീ ഒറ്റൊരുത്തനാണ് ഈ ഗുലുമാലുകൾക്കെല്ലാം കാരണക്കാരൻ. നിന്നെ ഞാൻ കാണിച്ചു തരാം. അയാളുടെ നോട്ടത്തിൻ്റെ അർത്ഥം അതായിരുന്നു. പോൾ ബാബുവിൻ്റെ സ്വകാര്യ മുറിയിൽ അരങ്ങേറിയ ഈ ഭീകര നാടകത്തെക്കുറിച്ച് വേലക്കാരും അറിഞ്ഞില്ല. കാറിന് സ്വല്പം പണിയുണ്ടായിരുന്നു. റോയ്ച്ചൻ അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ പോയിരിക്കുകയാണ്. ബെന്നി ഇൻകം ടാക്സ് ഓഫീസിൽ കണക്കുകൾ ഹാജരാക്കുന്ന തിരക്കിലാണ്. മാമച്ചൻ അടുക്കളയിൽ വേലക്കാരികളോട് കൊച്ചു വർത്തമാനം പറഞ്ഞു നിൽക്കുന്നു. ഗേറ്റിൽ പോലീസ് ജീപ്പ് വന്നു നിന്ന് ഹോൺ മുഴക്കി. മാമച്ചൻ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു. ജീപ്പ് അകത്ത് കയറ്റി നിർത്തിയതും ഇൻസ്പെക്ടർ വില്യം ഗോമസ് ചാടിയിറങ്ങി. പിന്നാലെ പോലീസുകാരും. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇൻസ്പെക്ടർ തിടുക്കത്തിൽ ചോദിച്ചു. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല സാറേ, വേലക്കാരൻ പറഞ്ഞു. പോൾ ബാബു എവിടെ? സാറ് മുറിയിലുണ്ട്. അവിടെ വേറെ ആരുണ്ട്? 2 പെണ്ണുങ്ങൾ, ചെറുപ്പക്കാരികളാണ്. പിന്നെ ഒരു പയ്യനും. അവനെ ബാബു സാറിന് നല്ല പരിചയമാ. അവനോട് പണ്ടൊക്കെ എപ്പോഴും വരാറുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്നാണോ നീ പറയുന്നത്? അതെ സാറേ. ശരി, നിങ്ങൾ വരൂ. ഇൻസ്പെക്ടർ വില്യം ഗോമസ് പോലീസുകാരെയും വിളിച്ചുകൊണ്ട് വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. 2ാം നിലയിലേക്കുള്ള കോണി കയറി. അവിടെയാണ് പോൾ ബാബുവിൻ്റെ പ്രൈവറ്റ് റൂം. ഒരു എളിഭ്യ ചിരിയോടെ മാമച്ചനും പുറകെ ചെന്നു. വാതിൽ തുറന്ന് അകത്തു കടന്ന കാക്കിധാരികളെ കണ്ട് റീനയും ഡെയ്സിയും മുത്തുവും അമ്പരന്നു. വില്യം ഗോമസ് അഡ്വക്കേറ്റ് അല്ല, പോലീസ് ഇൻസ്പെക്ടറാണെന്ന് ആ യുവതികൾ അറിഞ്ഞു. അറസ്റ്റ് ദം, ഡോണ്ട് ലെറ്റ് ദം മൂവ്, പോൾ ബാബു ഗർജിച്ചു. അയാൾക്കിപ്പോൾ ഒരു സിംഹത്തിൻ്റെ ഉശിരുണ്ടായിരുന്നു. മിസ്റ്റർ ബാബു, ഇവിടെ എന്താണ് സംഭവിച്ചത്? ആരാണിവർ? ഇൻസ്പെക്ടർ ചോദിച്ചു. വേശ്യകൾ, തെരുവേശ്യകൾ.
പട്ടാപകൽ കയറി വന്നിട്ട് കഠാര കാണിച്ച് ഭയപ്പെടുത്തുക, ഏതോ ഒരുത്തന്റെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് അപമാനപ്പെടുത്താൻ ശ്രമിക്കുക, നഷ്ടപരിഹാരം വേണമെന്ന്. ബ്ലഡി പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അവളുമായിട്ട് കൈവശം കടാരയുണ്ട്, അത് വാങ്ങിച്ചെടുക്കൂ മിസ്റ്റർ വില്യം തോമസ്. പോൾ ബാബു ഒരൊറ്റ ശ്വാസത്തിലാണ് അത്രയും പറഞ്ഞത്. ദേഷ്യവും പ്രതികാര ചിന്തയും മൂലം അയാൾ ശക്തിയായി കിതച്ചു. എന്താടി നിന്റെ പേര്? ഇൻസ്പെക്ടർ വില്യം തോമസ് ചോദിച്ചു. റീന. നിന്റെയോ? ഡെയ്സി. നിങ്ങൾ കടാര കാണിച്ച് ഈ മാന്യനെ ഭീഷണിപ്പെടുത്തിയോ? ഈ തെമ്മാടിയെ മാന്യൻ എന്ന് വിളിക്കരുത് സർ, റീന പെട്ടെന്ന് പറഞ്ഞു. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തന്നാൽ മതി. ഇൻസ്പെക്ടർ മീശ പിരിച്ചു, കണ്ണുരുട്ടി. എന്റെ കുഞ്ഞിന് കിട്ടാനുള്ള അവകാശം ചോദിക്കാൻ വന്നതാണ് സർ ഞാൻ. കൂട്ടത്തിൽ കടാരയും എടുക്കേണ്ടി വന്നു, ഡെയ്സി പറഞ്ഞു. ശരി, ആ ആയുധങ്ങൾ ഇവിടെ തരൂ. ഇൻസ്പെക്ടർ തൂവാലയെടുത്ത് കൈവെള്ളയിൽ നിവർത്തിയിട്ടു. റീനയും ഡെയ്സിയും അതിലേക്ക് 2 കടാരകളും വച്ചു. നിർദ്ദേശം കിട്ടിയതനുസരിച്ച് ഹെഡ് കോൺസ്റ്റബിൾ രാമൻ നായരും മറ്റു പോലീസുകാരും ചേർന്ന് യുവതികളെ കസ്റ്റഡിയിലെടുത്തു. മുത്തുവിനെയും പിടികൂടി. അടുത്ത നിമിഷം തന്നെ കുറ്റവാളികൾ 3 പേരെയും പോലീസ് ജീപ്പിലെത്തിച്ചു. പോൾ ബാബു പെട്ടെന്ന് ഒരു പെറ്റീഷൻ എഴുതി വേലക്കാരെയെല്ലാം ദൃക്സാക്ഷികളായി ഒപ്പിടിവിച്ചു. മിസ്റ്റർ വില്യം തോമസ്, അവളുമാരെ ലോക്കപ്പിലിട്ട് ശരിക്കൊന്ന് പെരുമാറിയേക്കണം. സർവ്വ എല്ലുകളും ഒടിച്ചിട്ടേ കോടതിയിൽ ഹാജരാക്കാവൂ. പിന്നെ ആ ചെക്കനുണ്ടല്ലോ മുത്തു, അവനെ വൈകുന്നേരം ആവുമ്പോൾ എനിക്കങ്ങ് വിട്ടുതരണം. ഒരു പാഠം പഠിപ്പിക്കാനുണ്ട്. ഓൾ റൈറ്റ്. ഇൻസ്പെക്ടർ വില്യം തോമസ് തലയാട്ടി സമ്മതിച്ചു. പോൾ ബാബുവിന്റെ സൽക്കാരങ്ങൾ സ്വീകരിച്ച് സുഖിച്ചിട്ടുള്ള നിയമപാലകന് തലയാട്ടാതിരിക്കാൻ നിവൃത്തിയില്ല. പോലീസ് പാർട്ടി പ്രതികളെയും കൊണ്ട് ബംഗ്ലാവിൽ നിന്നിറങ്ങി. നിയമപാലകരുടെ വാഹനത്തിൽ റീനയും ഡെയ്സിയും മുത്തുവും ഇരിക്കുന്നത് ജോസ് കണ്ടു. തോളിൽ ബാഗും തൂക്കിയിട്ട് അവൻ ജീപ്പിന്റെ പിന്നാലെ ഓടി. റീനെ, അവൻ ഉറക്കെ വിളിച്ചു. തന്റെ ഭർത്താവ് പൊരിവേലിയിൽ ഓടി വലയുന്നത് കണ്ടിട്ട് റീനയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കൈ ഉയർത്തി അവൾ അവനെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ വണ്ടി അപ്പോഴേക്കും ഒരു വളവ് തിരിഞ്ഞു. ഭർത്താവ് അവളുടെ കണ്ണുകളിൽ നിന്നും മറഞ്ഞു. പരിസരം മറന്ന് ഉച്ചത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ജോസ് ഓട്ടം തുടർന്നു. പലരോടും വഴി ചോദിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി. എന്താടാ പരുമ്പി നിൽക്കുന്നത്? പാറാവ് നിന്ന കോൺസ്റ്റബിൾ ചോദിച്ചു. ജോസ് ഒരു ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ എൻ്റെ ഭാര്യ ഇവിടെ. പോടാ വെളിയിൽ. കോൺസ്റ്റബിൾ ഒച്ചയെടുത്തു. ജോസ് ഉഷ്ണിച്ചൊഴുകി. ഞാൻ ഇവിടെ നിന്നോളാം സാറേ, അവൻ വിക്കി പറഞ്ഞു. ഇവിടെ എങ്ങനെ വെറുതെ നിൽക്കാൻ ഒക്കില്ല. ചെന്ന് വല്ലതും മോട്ടിക്ക്, അല്ലെങ്കിൽ വല്ലവൻ്റെ പെടലിക്ക് 2 കൊടുക്ക്. ഞങ്ങൾ വണ്ടിയും കൊണ്ടുവന്ന് നിന്നെ കൊണ്ടുപോരാ. ജോസ് വഴിയിലിറങ്ങി. മതിലിന് മുകളിലൂടെ സ്റ്റേഷനിലേക്ക് എത്തി നോക്കിക്കൊണ്ട് വർദ്ധിച്ച നെഞ്ചെടുപ്പോടെ നിന്നു. പോൾ ബാബു പൊള്ളലേറ്റതുപോലെ മുറിക്കുള്ളിൽ വിരണ്ടു നടന്നു. ഹണിമോൾ. അവൾ തൻ്റെ കുട്ടിയാണോ? നാട്ടിൽ പല സ്ത്രീകളും തൻ്റെ കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ടാവണം. പക്ഷേ അപ്പോഴപ്പോൾ കണക്ക് തീർത്തതുകൊണ്ട് അവരാരും അവകാശവാദവുമായി ഇവിടെ വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ തന്നെ ചതിച്ചത് അവറാച്ചനാണ്. അയാൾ വരുത്തി തന്നവൾക്ക് താൻ പ്രതിഫലം കൊടുത്തില്ല. അതൊരു തീരാക്കടമായി ഇപ്പോൾ തൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. വർക്ക്ഷോപ്പിൽ നിന്നും റോയിച്ചൻ കാർ കൊണ്ടുവന്നു. പോൾ ബാബു വേഗം ഡ്രസ്സ് മാറി. അവറാച്ചനൊന്ന് കാണണം. അയാൾ കാറിൽ കയറി നേരെ ഇടത്തലയിലേക്ക് ഡ്രൈവ് ചെയ്തു. റോഡ് നീളെ ചുവരെഴുത്തുകാരുടെ ബഹളമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തെത്തിക്കഴിഞ്ഞു. പുതിയ വാഗ്ദാനങ്ങളും പുഞ്ചിരിക്കുന്ന മുഖവുമായി രാഷ്ട്രീയത്തിലെ ശകുനികൾ രംഗത്തിറങ്ങിയിരിക്കുന്നു. ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് വാതോരാതെയുള്ള പ്രസംഗങ്ങൾ. 1 മണിക്കൂർ കൊണ്ട് പോൾ ബാബു ഇടത്തലയിലെത്തി. പാലത്തിന്റെ കമാനത്തിൽ അവറാച്ചൻ എന്ന അബ്രഹാമിന്റെ വലിയ ചിത്രം. അവറാച്ചൻ ചിരിച്ച് കൈകൂപ്പി നിൽക്കുന്നു. കഴുത്തിൽ മുല്ലപ്പൂ മാല. ഇടത്തലയിലെ റോഡുകളിലും ചുവരുകളിലുമെല്ലാം മുല്ലപ്പൂവിന്റെ പരിമളം. നീതിബോധമുള്ള പൗരജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം മുല്ലപ്പൂ ചിഹ്നത്തിൽ രേഖപ്പെടുത്തുവിൻ. ഇടത്തലയിലെ പ്രിയങ്കരനായ ജനനേതാവിനെ KT അബ്രഹാമിനെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവിൻ. കൊടിവെച്ച കാറുകളും ജീപ്പുകളും അവറാച്ചന് വേണ്ടി വോട്ട് തെണ്ടി ചുറ്റിക്കറങ്ങുകയാണ്. രാഷ്ട്രീയ തൊഴിലാളികളുടെ കൊയ്ത്തുകാലം. അവറാച്ചന്റെ ബംഗ്ലാവിന്റെ ഗേറ്റ് കടന്ന് പോൾ ബാബുവിന്റെ കാർ നിന്നു. മുറ്റത്തും സ്വീകരണമുറിയിലുമെല്ലാം ഇലക്ഷൻ പ്രചാരണ വിഭാഗത്തിലെ സന്നദ്ധ ഭടന്മാരുടെ തിരക്ക്. എല്ലാവരുടെയും കൈകളിൽ മുല്ലപ്പൂമാല, ചുണ്ടിൽ മുല്ലപ്പൂ പുഞ്ചിരി. ആരിത്? ബാബുവോ? അവറാച്ച മുതലാളി ഓടിയെത്തി. എനിക്കൊരു പ്രധാനപ്പെട്ട സംഗതി പറയാനുണ്ട്. അതിനെന്താ, നമുക്ക് സംസാരിക്കാമല്ലോ. തൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് മുതലാളി പോൾ ബാബുവിനെ കൂട്ടിക്കൊണ്ടുപോയി. വാതിലടച്ച് കൊളുത്തിട്ടു. അവൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു, പോൾ ബാബു പറഞ്ഞു. ഏതവള്? മുതലാളി ചോദിച്ചു. റീനയും ഡെയ്സിയും.
ഇടവേളയ്ക്ക് നിന്നവനുണ്ടല്ലോ, ആ മുത്തു, അവനാ കൂട്ടിക്കൊണ്ടുവന്നത്. തലയ്ക്കൊരടി കിട്ടിയതുപോലെ തെല്ലു നേരം അവറാച്ച മുതലാളി ധരിച്ചിരുന്നു. അവൾ പറയുന്നത് ആ കുട്ടി എന്റേതാണെന്നാണ്. അവർക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. കടാര എടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തി. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ 5000 രൂപ കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ അവസാനം ഞാൻ സൂത്രത്തിൽ പോലീസിനെ വരുത്തി. അവരെ മൂന്നിനെയും ലോക്കപ്പിലാക്കി. ഇനി കോടതി കയറ്റി ഒരു 5 കൊല്ലം വീതമെങ്കിലും ശിക്ഷിപ്പിക്കും. തന്റെ സാമർത്ഥ്യത്തെ ഓർത്ത് പോൾ ബാബു ഒന്ന് പുഞ്ചിരിച്ചു. അവരെ ഉടൻ തന്നെ ലോക്കപ്പിൽ നിന്ന് ഇറക്കണം, അവറാച്ച മുതലാളി പറഞ്ഞു. ഇലക്ഷൻ കഴിയുന്നവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പത്രക്കാരറിഞ്ഞ ആവശ്യമില്ലാത്തതൊക്കെ എഴുതി പിടിപ്പിച്ച് എന്റെ ഭൂരിപക്ഷം കുറയ്ക്കും. ചിലപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് വരാം. പാർട്ടി മെയിലിൽ എനിക്ക് ടിക്കറ്റ് തരില്ല. അതുകൊണ്ട് അവളുമാരെ ഒന്ന് ഒതുക്കി നിർത്ത്. ഇലക്ഷൻ കഴിയട്ടെ, രണ്ടിനെയും നമുക്ക് തട്ടിക്കളയാം. എൻ്റെ ലിസ്റ്റിൽ ഒരുത്തം കൂടിയുണ്ട്, റൂബിൾ. അവൻ എന്നെ കഴുത്തിന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങിയതാണ്. ചത്തതുപോലെ ശ്വാസം പിടിച്ചു കിടന്നുകൊണ്ട് അന്ന് ഞാൻ രക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിസഭ അധികാരമേൽക്കട്ടെ. ലാസറിന്റെ ആ 3 മക്കളെ നമുക്ക് തല്ലിക്കൊന്ന് കായലി താത്താം. അവറാച്ച മുതലാളി കൈ ചുരുട്ടി മേശപ്പുറത്തടിച്ചു. ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് അവൾ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തിയാലോ? പോൾ ബാബു ചോദിച്ചു. തോക്കില്ലേ കയ്യിൽ? അവളുമാരുടെ നെഞ്ചു നോക്കി വെടിയുണ്ട പായിക്കുമെന്ന് പറയണം. രണ്ടും പേടിച്ചോടിക്കോളും. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ചെറിയൊരു മദ്യസൽക്കാരം നടത്തിയിട്ട് മുതലാളി പോൾ ബാബുവിനെ യാത്രയാക്കി. അയാൾ വീട്ടിലെത്തിയ ഉടനെ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് കാര്യം ധരിപ്പിച്ചു. ഇൻസ്പെക്ടർ വില്യം ഗോമസ് അടുത്ത നിമിഷത്തിൽ തന്നെ കുറ്റവാളികളെ വിട്ടയച്ചു. റീനയും ഡെയ്സിയും മുത്തുവും സ്റ്റേഷന് വെളിയിൽ വന്നു. കാത്തു നിന്നിരുന്ന ജോസ് ഓടിയെത്തി. ഡെയ്സിയുടെ തോളിൽ കിടന്ന ഹണിമോളെ അവൻ വാരിയെടുത്തു. എൻ്റെ മോളെ, എൻ്റെ ചക്കരക്കുട്ടേ. ജോസ് അതിൻ്റെ കുഞ്ഞിക്കവളിൽ മാറി മാറി ഉമ്മ വച്ചു. എന്തോരം ഞാൻ പ്രാർത്ഥിച്ചെന്ന് അറിയാമോ? എടുത്തു പള്ളിയിലും മലയാറ്റൂരും ഒക്കെ ഞാൻ നേർച്ച നേർന്നു. അതുകൊണ്ടാ നിങ്ങളിപ്പം വിട്ടത്. ഇനി നമുക്ക് പോകാം, ഈ നാട്ടിൽ നിൽക്കണ്ട. ജോസ് ധൃതി കൂട്ടി. അങ്ങനെ അങ്ങ് പോയാൽ ഒക്കില്ല, റീന പറഞ്ഞു. കഷ്ടപ്പെട്ട് വന്നത് ആ എന്തിരവനുമായി ഒരു കൈ നോക്കാനാണ്. ഡേസിക്കും കുഞ്ഞിനും കിട്ടാനുള്ള ഓഹരി കിട്ടിയിട്ട് മതി മറ്റു കാര്യങ്ങൾ. 2 ദിവസത്തേക്ക് നമുക്കിവിടെ എവിടെയെങ്കിലും ലോഡ്ജിൽ താമസിക്കാം. ഇടത്തല പള്ളിയിൽ ചെന്ന് എനിക്ക് മാത്യൂസ് അച്ഛനെ ഒന്ന് കാണണം. അച്ഛൻ വിചാരിച്ച കാര്യത്തിന് ഒരു പരിഹാരമുണ്ടാവും. ഒന്നും മിണ്ടാതെ വാടിയ മുഖത്തോടെ നിൽക്കുകയാണ് മുത്തു. അവന്റെ മനസ്സ് ഭയസംഭ്രമങ്ങളിൽ ഉലയുകയാണ്. മുത്തു, നീ ഒന്നുകൊണ്ട് പേടിക്കരുത്. അവസാനം നമ്മൾ തന്നെ വിജയിക്കും. ഡെയ്സി അവന് ധൈര്യം പകർന്നു കൊടുത്തു. നമുക്ക് വല്ലത് കഴിക്കാം. ഇനിയും താമസിച്ചാൽ ഊണ് കിട്ടില്ല, റീന പറഞ്ഞു. അവർ ഒരു നല്ല ഹോട്ടലിൽ കയറി. ജോസും മുത്തുവും ആദ്യം കൈ കഴുകി. ഹണിമോളെ ജോസിന്റെ കയ്യിൽ കൊടുത്തിട്ട് റീനയും ഡെയ്സിയും വാഷ് ബേസിനരികിലേക്ക് നടന്നു. അവിടെ കണ്ണാടിയിൽ നോക്കി മുഖം തുടച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനെ കണ്ടതും ആ സഹോദരിമാർ സ്തബ്ധരായി. ഒരക്ഷരം പോലും ശബ്ദിക്കാൻ കഴിയാത്ത വിധം അവരുടെ തൊണ്ട വറ്റി വരണ്ടു. കണ്ണാടിയിലൂടെ അയാളും അവരെ കണ്ടു. അയാളുടെ പതറാത്ത നോട്ടം റീനയുടെയും ഡെയ്സിയുടെയും നേർക്ക് നീണ്ടു. പെട്ടെന്നുള്ള കണ്ടുമുട്ടൽ. 3 പേരുടെയും മുഖങ്ങളിൽ വിസ്മയവും അമ്പരപ്പും. നിമിഷങ്ങൾ കടന്നു പോകുന്നത് അറിയാതെ റീനയും ഡെയ്സിയും അയാളെ തന്നെ നോക്കി നിന്നു. ജെയിംസ്, അവരുടെ അധരങ്ങൾ മന്ത്രിച്ചു. കണ്ണുകൾ നിറയുന്നത് ജെയിംസ് അറിയാതിരിക്കാൻ ഡെയ്സി വേഗം മുഖം കഴുകി. മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവൾ വാഷ് ബേസിനടുത്തു നിന്നും തിരികെ പോന്നു. റീന അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതൊരു ഹോട്ടലാണെന്നും ഊണ് കഴിക്കാൻ എത്തുന്നവർക്ക് തൻ്റെ നിൽപ്പ് ഒരു തടസ്സമാണെന്നും അവൾ ചിന്തിക്കുന്നതേയില്ല. അവളുടെ നോട്ടം ജെയിംസിന്റെ നേർക്ക് മാത്രം. ആരും ഒന്നും സംസാരിക്കുന്നില്ല. കൈ കഴുകാനെത്തിയ സ്ത്രീകളിൽ ഒരാൾ റീനയെ തൊട്ടു വിളിച്ചു. അവൾ ഞെട്ടിയുണർന്ന് മാറി നിന്നു. ജെയിംസ് അപ്പോൾ വേദനയൂറുന്ന ഒരു മന്ദഹാസം സമ്മാനിച്ചിട്ട് നടന്നകന്നു. ഒന്ന് നിൽക്കൂ, റീന പിന്നിൽ നിന്ന് വിളിച്ചു. അയാളുടെ പാദങ്ങൾ നിശ്ചലമായി. അവൾ ഓടിയെടുത്ത് ചെന്നു. ഒന്ന് മിണ്ടാനുള്ള സന്മനസ് പോലും ജെയിംസിന് ഇല്ലാതായോ? റീന ചോദിച്ചു. എൻ്റെ സന്മനസ് വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചത് നിങ്ങളല്ലേ? നിന്ദിക്കപ്പെട്ടതിൻ്റെ പൗരുഷത്തോടെ അയാൾ പറഞ്ഞു. അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല ജെയിംസേ. സാഹചര്യം ഞങ്ങളെക്കൊണ്ട്. നിർത്തൂ, ഇടയിൽ കിടന്ന് അയാൾ ശാസിച്ചു. സാഹചര്യത്തിൻ്റെ മറയിൽ നിങ്ങൾ കാണിച്ച ധിക്കാരങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഇതൊരു ഹോട്ടലായി പോയി. അല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പരിസ്ഥിതിയെക്കുറിച്ച് ഞാൻ ശരിക്കൊന്ന് വർണ്ണിച്ചേനെ. ആ ലാസറു ചേട്ടൻ്റെ ആത്മാവ് സ്വന്തം പെൺമക്കളെ ഓർത്ത് എന്നും കരയുന്നുണ്ടാവും. ശരിയാണ് ജെയിംസേ, അപ്പൻ്റെ ആത്മാവ് എന്നും കരയുന്നുണ്ടാവും. പക്ഷേ അത് ഞങ്ങളുടെ കളങ്കത്തെപ്പറ്റി ഓർത്തിട്ടല്ല, ഞങ്ങളെ കളങ്കപ്പെടുത്തിയവരുടെ ക്രൂരതയെക്കുറിച്ച് ഓർത്തിട്ടാണ്. ജെയിംസിന് മനസ്സുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കാത്തു നിൽക്കൂ. ഞങ്ങൾ പെട്ടെന്ന് ഊണ് കഴിച്ചിട്ട് വരാം. ഒത്തിരി കാര്യങ്ങൾ ജെയിംസിനോട് പറയാനുണ്ട്. എല്ലാം കേട്ടിട്ട് തീരുമാനിക്കുക.
ലാസറു ചേട്ടൻ്റെ പെമ്മക്കൾ പരിശുദ്ധകളാണോ അല്ലയോ എന്ന്. ഒരു മറുപടിക്ക് വേണ്ടി റീന അയാളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അയാൾ നീരസത്തോടെ നിശബ്ദനായി നിന്നു. എന്താ, കാത്തു നിൽക്കാമോ? അവൾ എടുത്തു ചോദിച്ചു. ദുർമുഖത്തോടെ ജെയിംസ് തലയാട്ടി. റീന ചെന്നിരുന്ന് ചോറുണ്ണാൻ തുടങ്ങി. ജെയിംസ് പോയോ? ഡെയ്സി ചോദിച്ചു. ഇല്ല, നമ്മൾ ചെല്ലുന്നത് കാത്ത് അവിടെ നിൽക്കുന്നു, റീന പറഞ്ഞു. ഹണിമോക്ക് ഉറക്കം വന്നു തുടങ്ങിയിരുന്നു. ജോസ് കൈ കഴുകി വന്നിട്ട് കുഞ്ഞിനെ എടുത്തു. മുത്തു മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഇലയിൽ വിളമ്പി കിട്ടിയത് തട്ടിവിടുകയാണ്. ആ 4 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ഹാളിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ് ജെയിംസ്. കുട്ടിയെ എടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ റീനയുടെ ഭർത്താവായിരിക്കുമെന്ന് അയാൾ കരുതി. പയ്യൻ ചിലപ്പോൾ വേലക്കാരനായിരിക്കാം. അപ്പോൾ ഡെയ്സിയുടെ കൂടെ ഭർത്താവ് വന്നിട്ടില്ലെന്ന അർത്ഥം. സങ്കോചത്തോടെയാണെങ്കിലും ജെയിംസിൻ്റെ നോട്ടം ഡെയ്സിയുടെ മേൽ പതിഞ്ഞു നിന്നു. പഴയതിലും കൂടുതൽ സൗന്ദര്യവതിയായിട്ടുണ്ട് അവൾ. കണ്ണുകൾക്ക് കുറെ കൂടി കറുപ്പും തിളക്കവും. ആ കണ്ണാടി കവിളുകളുടെ മിനുമിനുപ്പ് ഇത്ര അകലെ വെച്ച് കണ്ടിട്ടും തന്നെ കൊതിപ്പിക്കുന്നു. വഞ്ചിക്കപ്പെട്ട കാമുകൻ്റെ നിസ്സഹായതയും ആത്മവേദനയും അയാളിൽ വളർന്നു. ഊണ് കഴിഞ്ഞ് റീനയും ഡെയ്സിയും മറ്റും വന്നു. ജെയിംസ് വരൂ, റീന വിളിച്ചു. അവർ മുന്നേ നടന്നു. ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു നല്ല ലോഡ്ജ് ഏർപ്പാടാക്കി തരണം. 2 ദിവസത്തേക്ക് മതി, അവൾ പറഞ്ഞു. ലോഡ്ജിൽ താമസിക്കാനോ? അതെന്തിനാണ്? ഇവിടുത്തെ ഒരു വൻ പണക്കാരനുമായി നിയമയുദ്ധം തുടങ്ങണം. ആളിനെ ഒരു പക്ഷേ ജെയിംസ് കേട്ടിട്ടുണ്ടാവും. പോൾ ബാബു എന്നാണ് പേര്. ആ, ഞാൻ കേട്ടിട്ടുണ്ട്. അയാളുമായി നിങ്ങൾക്ക് എന്താ ഇടപാട്? ആ ദ്രോഹി നമ്മുടെ ഡെയ്സിയെ നശിപ്പിച്ചു. അതൊരു ചതിവായിരുന്നു. അവറാച്ച മുതലാളിയാണ് ആ ചതിവിന് കളമൊരുക്കിയത്. സർവ്വ കാര്യങ്ങളും റീന ജെയിംസിനോട് തുറന്നു പറഞ്ഞു. മാനം രക്ഷിക്കാൻ വേണ്ടി സക്കറിയാസ് മുതലാളിയുടെ മുമ്പിൽ കപട നാടകമാടിയതുവരെ. എല്ലാം കേട്ടിട്ട് ജെയിംസിന് തലച്ചോറ് മരവിച്ചതുപോലെയായി. നടന്ന് നടന്ന് അവർ മുനിസിപ്പൽ പാർക്കിന് മുമ്പിലെത്തിയിരുന്നു. നമുക്ക് ഇവിടെ അല്പനേരം ഇരിക്കാം, അയാൾ പറഞ്ഞു. മരത്തണലിലെ സിമൻറ്റ് ബെഞ്ചിൽ അവർ ഇരുന്നു. ഇത്ര നാളായിട്ടും റൂബിളിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ? ജെയിംസ് ചോദിച്ചു. ആ ഒരു അധ്യായം ഞങ്ങൾ മറന്നിരിക്കുന്നു. അവന് നല്ല മനസ്സ് തോന്നിക്കുമ്പോൾ പെങ്ങന്മാരെ അന്വേഷിച്ച് വരട്ടെ. അതിന് നിങ്ങൾ എവിടെയാണെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അന്വേഷിച്ച് വരിക? എനിക്ക് വേണ്ട. അവന് അവൻ്റെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടേതും. ജെയിംസ്, ഞങ്ങൾക്കൊരു ലോഡ്ജ് ഏർപ്പാടാക്കി തരൂ. എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം പറഞ്ഞയച്ചതാണ് ജെയിംസിനെ. ലോഡ്ജ് വേണമെന്ന് നിർബന്ധമുണ്ടോ? വീടായാലും പോരെ? ഞാനിവിടെ ചെറിയൊരു വീടെടുത്താണ് താമസം. വേണ്ട വേണ്ട, അത് ജെയിംസിന് ബുദ്ധിമുട്ടാവും, ഡെയ്സി പെട്ടെന്ന് പറഞ്ഞു. എൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. റൂബിളിൻ്റെ സ്ഥാനത്ത് എന്നെ കരുതിയാൽ മതി. ലോഡ്ജിനേക്കാൾ സൗകര്യമായിരിക്കും എൻ്റെ കൂടെയുള്ള താമസം. പിന്നെ മറ്റൊരു കാര്യം, പോൾ ബാബുമായി ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. കോടതി കയറും മുമ്പ് ഒരു തവണ കൂടി അയാളെ സമീപിച്ച് നോക്കുന്നത് നല്ലതാണ്. വളരെ തർക്കിച്ചതിന് ശേഷം റീനയും ഡെയ്സിയും ജെയിംസിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അവർ അയാളോടൊപ്പം ചെന്നു. തിരക്കിൽ നിന്ന് അകന്ന് ഒരു കൊച്ചു വീട്. പപ്പയുടെ നിർബന്ധത്തിനാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തത്. എന്നെക്കൊണ്ട് പെണ്ണ് കെട്ടിച്ച് ഇവിടെ തളച്ചിടാനാണ് പപ്പയുടെ നീക്കം, ഒരു ഊറിയ ചിരിയോടെ ജെയിംസ് പറഞ്ഞു. അയാൾ പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് വാതിൽ തുറന്നു. നമ്മുടെ വീടിനേക്കാളും ഭംഗിയുണ്ട് അല്ലേ റീനെ? ജോസ് ചോദിച്ചു. അവൾ മൂളി. ജെയിംസിനെ കണ്ടുമുട്ടിയതിൻ്റെ അമ്പരപ്പിൽ നിന്നും ഡെയ്സി വിമുക്തയായിരുന്നില്ല. അവളുടെ നോട്ടം ഇടയ്ക്കിടെ ആ പഴയ കാമുകൻ്റെ മേൽ പാളി വീണുകൊണ്ടിരുന്നു. ജെയിംസിൻ്റെ വിവാഹം, അയാൾ ഒരു കൊച്ചു സുന്ദരിയെയും കൂട്ടിക്കൊണ്ടുവന്ന് ഈ ചെറിയ വീട്ടിൽ ആനന്ദകരമായി ജീവിക്കുന്നത്, അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലുന്നത്, അയാളുടെ പ്രിയം നോക്കി അവൾ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നത്, അയാളുടെ കൈക്കുള്ളിൽ അവർ ശാന്തമായും സമാധാനമായും ഉറങ്ങുന്നത്. ഒരു സന്തുഷ്ട കുടുംബത്തിലെ വിവിധ രംഗങ്ങൾ ഡെയ്സിയുടെ മനക്കണ്ണുകൾക്ക് മുമ്പിലൂടെ കടന്നുപോയി. അവളുടെ ഹൃദയത്തിന് അസഹനീയമാം വിധം ഭാരം വർദ്ധിച്ചു. അരമതിൽ ചുവരും ചാരിയിരുന്ന് അവൾ നെടുവീർപ്പെട്ടു. ഉറക്കത്തിലെന്ന പോലെ കണ്ണുകളടഞ്ഞു. ഡെയ്സി, കാതരമായ വിളി. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കി. വാതിൽപ്പാളി ചാരി ജെയിംസ് തൊട്ടടുത്ത് നിൽക്കുന്നു. എനിക്ക് നിന്നോട് പിണക്കമില്ല ഡെയ്സി. ഞാൻ എല്ലാം അറിഞ്ഞു. പോൾ ബാബുവിനെ കണ്ട് ഞാൻ ഇന്ന് തന്നെ സംസാരിക്കാം, ജെയിംസ് പറഞ്ഞു. അയാളുടെ കാൽച്ചുവട്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വെറുതെ മൂളി. ഒരുപക്ഷെ പോൾ ബാബു നിനക്കൊരു ജീവിതം തരികയാണെങ്കിൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവതി നീയായിരിക്കും. കാരണം അയാൾ അത്രയ്ക്ക് പണക്കാരനാണ്. പണക്കാരൻ്റെ ഭാര്യയാവുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നില്ല ജെയിംസ്. പ്രത്യേകിച്ചും മനുഷ്യത്വമില്ലാത്ത ആ ചെകുത്താൻ്റെ ഭാര്യയാകാൻ
ഞാൻ ഒരിക്കലും തയ്യാറില്ല. അങ്ങനെ പറയരുത് ഡേസി. അയാൾക്കൊരു തെറ്റ് പറ്റി. ആ തെറ്റ് തിരുത്താൻ അയാൾ തയ്യാറാവുകയാണെങ്കിൽ നീ അതിന് സമ്മതിക്കണം. വെറുക്കാനല്ലല്ലോ, പൊറുക്കാനല്ലേ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ജെയിംസിന് പോൾ ബാബുവിനെ ശരിക്കും അറിയില്ല. കരിങ്കല്ലിന്റെ ഹൃദയവുമായി ഭൂമിയിൽ പിറന്നു വീണവനാണ് അയാൾ. സാക്ഷാൽ ഒടയ തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും തെറ്റ് ബോധ്യപ്പെടുന്നവനല്ല പോൾ ബാബു. എന്തായാലും ഞാൻ അയാളുമായി ഒന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് മതി കേസും വഴക്കുമൊക്കെ. അവർ വെളിയിൽ സംസാരിച്ചിരിക്കുമ്പോൾ അടുക്കളയിൽ കാപ്പി കൂട്ടുന്ന തിരക്കിലായിരുന്നു ഹീനയും ജോസും. മുറ്റത്തിന്റെ അതിരിലെ പേരമരത്തിലാണ് മുത്തു. ഹണിമോളെ ജെയിംസിന്റെ കട്ടിലിൽ ഉറക്കി കിടത്തിയിരിക്കുന്നു. നേരം 4 മണിയോടടുത്തു. എത്ര നാളായി എൻ്റെ കൈകൊണ്ട് ജെയിംസിനൊരു ഗ്ലാസ് കാപ്പി തന്നിട്ട് അല്ലേ? റീന ചോദിച്ചു. നിങ്ങളോടൊപ്പം ജീവിക്കാൻ കൊതിച്ചവനാണ് ഞാൻ. എനിക്ക് പക്ഷെ അതിനുള്ള ഭാഗ്യമുണ്ടായില്ല, ജെയിംസ് പറഞ്ഞു. ഒരു നിമിഷം അവർ മൂവരും മൂകരായി. ഇടത്തലയിലെ കായലോരവും കടത്തുപോട്ടും ജട്ടിയിൽ ചുമടെടുക്കുന്ന സാധുവായ ഒരു മനുഷ്യനും അവരുടെ സ്മരണകളിലെത്തി. അവരുടെ കണ്ണുകൾ ഒരേപോലെ സജലങ്ങളായി. എടാ മുത്തു, എനിക്കും താടാ ഒരു പേരയ്ക്ക. ജോസ് മുറ്റത്തിറങ്ങി പേരമരത്തിൽ ചാടിക്കയറി. ഞാനൊന്ന് പോൾ ബാബുവിൻ്റെ വീട് വരെ പോയിട്ട് വരാം, ജെയിംസ് റീനയോട് പറഞ്ഞു. അത് വേണോ? അവൾ ആശങ്കയോടെ ചോദിച്ചു. വേണം. എൻ്റെ സഹോദരിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുന്നതെങ്കിൽ പ്രതികാര ബുദ്ധിയോടെ ഞാൻ ചോദിക്കാൻ ചെല്ലില്ലേ? അതുപോലെയാണ് ഇതും. ഡേസിയെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ കരുതുന്നുണ്ട്. ജെയിംസ് യാത്ര പറഞ്ഞിട്ട് തിടുക്കത്തിൽ ഇറങ്ങിപ്പോയി. വിശ്വസ്തനും സ്നേഹസമ്പന്നനുമായ ആ ചെറുപ്പക്കാരൻ നടന്നകലുന്നെന്ന് നോക്കി റീന ഇമയനക്കാതെ നിന്നു. എത്ര നല്ല മനുഷ്യൻ. നിനക്ക് അയാളുടെ ഭാര്യയാകാൻ വിധിയില്ലാതായി പോയല്ലോ മോളെ, അനുജിത്തയുടെ തോളിൽ കൈവച്ച് ജ്യേഷ്ഠത്തി പറഞ്ഞു. മോള് ഉണരുന്നതിന് മുമ്പ് ഞാനൊന്ന് കുളിക്കട്ടെ ചേച്ചി. ജോസ് ചേട്ടാ, ഹണിമോളെ നോക്കിക്കൊള്ളണേ. ഡെയ്സി ബാത്റൂമിലേക്ക് നടന്നു. റീനയും അവളുടെ പിന്നാലെ ചെന്നു. വീടിന്റെ പിന്നിലാണ് കുളിമുറി. പൈപ്പ് സൗകര്യവുമുണ്ട്. വസ്ത്രം മാറുമ്പോഴും എണ്ണ പുരട്ടുമ്പോഴും അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. വിചിത്രവും ദുഃഖകരവുമായ സ്വന്തം ജീവിതകഥ അവരുടെ ഉള്ളിൽ വേദനയായി വിങ്ങി നിന്നു. ഒരു കാർ വീട്ടുപടിക്കൽ വന്നു നിൽക്കുന്നത് ജോസും മുത്തുവും പേരമരത്തിൽ നിന്നുകൊണ്ട് കണ്ടു. രണ്ടുപേരും പെട്ടെന്ന് ചാടിയിറങ്ങി. അതാരാ ജോസ് ചേട്ടാ? വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മാനിനെ ചൂണ്ടി മുത്തു ചോദിച്ചു. പോൾ ബാബു ആയിരിക്കും ഡേസിയെ കെട്ടാൻ, ജോസ് പറഞ്ഞു. നല്ല ശേലായി. ബാബു സാറിനെ കണ്ട എനിക്കറിയാമേലേ, ഇത് വേറെ ആരാണ്ടാ? മാന്യൻ അടുത്തെത്തി ജോസിനെ തറപ്പിച്ചു നോക്കി. പിന്നെ ചോദിച്ചു, നീ ഏതാ? ഇവിടെ എന്തിനാ വന്നത്? ഞാൻ റീനോയുടെ കെട്ടിയോനാ. പക്ഷേല് കൊച്ചെൻ്റേതല്ല, ഡെയ്സിയുടേതാ. ഞങ്ങൾ ഇവിടെ താമസിച്ചോളാം ജെയിംസ് പറഞ്ഞു. റീനയും ഡെയ്സിയും കുളിമുറിയിൽ കുളിക്കുക. ഇറങ്ങടാ വിളി. ഉടനെ മാന്യന്റെ ശബ്ദമുയർന്നു. ആ പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വേഗം സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിൽ നിന്റെ എല്ല് ഞാൻ ഊരും. അയാളുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. ജോസ് ഞെട്ടി വരച്ച് കുളിമുറിയിലേക്ക് ഓടി. റീനെ, ഡെയ്സി. അവന്റെ ചിലമ്പിച്ച ശബ്ദം ഒരു നിലവിളി പോലെ മുഴങ്ങി. എന്താ എന്താ ജോസ് ചേട്ടാ? റീന അമ്പരപ്പോടെ ചോദിച്ചു. വീടിന്റെ ഉടയാൻ വന്നു. നമ്മളോട് വേഗം സ്ഥലം വിടാൻ പറഞ്ഞിരിക്കുന്നു. വീടിന്റെ ഉടയാനോ? നമ്മളോട് സ്ഥലം വിടാൻ പറയാൻ അയാൾക്ക് എന്താ കാര്യം? സാരിത്തുമ്പ് എളിയിൽ എടുത്തു കുത്തി റീന മുൻവശത്തേക്ക് ചെന്നു. വീടിന്റെ മുറ്റത്ത് ക്ഷുഭിതനായി നിൽക്കുന്ന ആളിനെ കണ്ടതും അവളുടെ മുഖം വിളറി വെളുത്തു. കുറ്റബോധത്തോടെ അവൾ മുഖം കുനിച്ചു. ഇറങ്ങടി വെളി, തേ പിടിച്ചി. ചുട്ടുപഴുത്ത ഇരുമ്പാണികൾ പോലെ വാക്കുകൾ അവളുടെ ഹൃദയഭിത്തിയിലേക്ക് തുളഞ്ഞു കയറി. ഉറക്കെയുള്ള ചീത്തവിളി ഡേസിയും കേട്ടു. പെട്ടെന്ന് വസ്ത്രങ്ങൾ ധരിച്ച് കുളിമുറിയിൽ നിന്നിറങ്ങി അവൾ ഓടി മുൻവശത്തെത്തി. ജെയിംസിന്റെ പപ്പ ആന്റണി മുറ്റത്ത് നിൽക്കുന്നതാണ് ഡേസി കണ്ടത്. അയാൾ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും റീന ചേച്ചി മറുപടി പറയുന്നില്ല. ഒരു തരം ജാള്യതയും കുറ്റബോധവുമാണ് ചേച്ചിയുടെ മുഖത്ത്. ഭീരുവായ ജോസ് ചേട്ടനാണെങ്കിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്നു. മുത്തു വെറുമൊരു കാഴ്ചക്കാരൻ. സ്വല്പം തൊലിവയ്പുള്ളതുകൊണ്ട് നാട്ടിലുള്ള ചെറുപ്പക്കാരെയെല്ലാം വലയിലാക്കാമെന്നാണോ നിന്റെയൊക്കെ വിചാരം? തന്തയ്ക്ക് പറക്കാത്ത തേവിടിച്ചുകൾ. ആന്റണിയുടെ വാക്കുകൾ കൂടുതൽ കഠിനമായി. മനുഷ്യ, കാര്യമറിയാതെ വെറുതെ ഞങ്ങളുടെ തന്തയ്ക്ക് പറയരുത്. ജെയിംസിന്റെ പപ്പയായതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുന്നു. അല്ലെങ്കിൽ ഡേസി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി. ഒന്നും പറയണ്ട ഡേസി, തെറ്റ് നമ്മുടെ പക്ഷത്താണ്. ജെയിംസ് വിളിച്ചെങ്കിലും നമ്മൾ വരരുതായിരുന്നു. വേഗം ഒരുങ്ങാൻ നോക്ക്. സന്ധ്യയ്ക്ക് മുമ്പ് ഏതെങ്കിലും ലോഡ്ജിൽ തന്ന് മുറിയെടുക്കണം, റീന പറഞ്ഞു. അത് കേൾക്കാത്ത താമസം ജോസ് പെട്ടെന്ന് ഷർട്ട് എടുത്തിട്ടു. പുറത്തെടുത്ത വകയെല്ലാം വീണ്ടും ബാഗിനുള്ളിൽ വെച്ചു. ഉറങ്ങിക്കിടന്ന ഹണിമോളെ ഉണർത്താതെ എടുത്ത് തോളിലിട്ടു. നമുക്ക് പോകാം റീനെ, അവൻ ധൃതി കൂട്ടി.
എത്ര പാടുപെട്ടിട്ടാ എൻ്റെ മകന് ഞാനൊരു സ്ഥലം മാറ്റം ശരിയാക്കിയത്. അപ്പോൾ ദേ അവിടേക്ക് വന്നിരിക്കുന്നു ആശകൾ. അടുത്ത ആഴ്ച അവന്റെ മനസ്സ് ചോദ്യം നടക്കത്തക്ക വിധത്തിൽ ഒരാലോചന ഒപ്പിച്ചു വെച്ചിട്ടാണ് ഞാൻ അവനെ വിളിക്കാനെത്തിയത്. 2 പെണ്ണുങ്ങൾ ഇവിടെ ഇങ്ങനെ താമസിക്കുന്ന വിവരം പറഞ്ഞ ആരെങ്കിലും എൻ്റെ മകന് പെണ്ണു കൊടുക്കുമോ? അടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കണം അസത്തുക്കൾ. ആന്റണി മുഷ്ടി ചുരുട്ടി. അടിക്കാനും ചെവിക്കല്ല് പൊട്ടിക്കാനും ഒന്നും പാടുപെടണ്ട, ഞങ്ങൾ ഇതേ പോകുന്നു. പക്ഷേ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. തൊലിവെളുപ്പ് കാണിച്ച് ചെറുപ്പക്കാരെ മയക്കുന്നവളായിരുന്നു ഞാനെങ്കിൽ ഈ അനുഭവം എനിക്ക് വരില്ലായിരുന്നു. നിങ്ങളുടെ മകൻ ജെയിംസും അതുപോലുള്ള വേറെ 100 ചെറുപ്പക്കാരും പട്ടികളെപ്പോലെ എൻ്റെ കാല് നക്കിയനെ. ചിലപ്പം തല നിറച്ച് നിങ്ങളും എന്നോട് കിന്നാരം പറയാൻ വന്നേനെ. എന്തു ചെയ്യാം, ഞങ്ങളെ ഞങ്ങളുടെ അപ്പച്ചൻ നല്ല വഴിക്കാണ് വളർത്തിയത്. അരിശം അടക്കാനാവാതെ ഡേസി പറഞ്ഞു. കൂടുതൽ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോടി. ആന്റണി അലറി. നടക്ക് ഡേസി. റീന അവളെ തോളിൽ കൈവച്ച് മുമ്പോട്ട് തള്ളി. ആ ചെറിയ അഭയാർത്ഥി സംഘം ഗേറ്റിലെത്തിയില്ല. അതിനു മുമ്പ് അവരുടെ കാലുകൾ നിശ്ചലമായി. ഗേറ്റ് തുറന്ന് കയറി വന്ന ജെയിംസ് അവർക്ക് മുമ്പിൽ വഴിവിലങ്ങി നിന്നു. ഇറങ്ങിപ്പോകാൻ പപ്പ നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഈ സന്ധ്യ നേരത്ത് നിങ്ങളെ പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറായില്ലെങ്കിലോ? ജെയിംസ് ചോദിച്ചു. മുമ്പിൽ നിന്ന് മാറൂ, ഞങ്ങൾക്ക് പോകണം. ഡേസി കയർത്തു. ഞങ്ങൾ സ്ത്രീകൾ കഷ്ടപ്പെടാനും നിന്ദയേൽക്കാനും ജനിച്ചവരാണ്. ജെയിംസിന്റെ പപ്പ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിനെ ഓർത്ത് ഞങ്ങൾക്ക് വിദ്വേഷമില്ല. ജെയിംസ് വഴിയിൽ നിന്ന് മാറൂ, ഞങ്ങൾ പോകട്ടെ. റീന പറഞ്ഞു. ഇല്ല, നിങ്ങളെ ഞാൻ വിടില്ല. ജെയിംസ് പെട്ടെന്ന് ഗേറ്റ് അടിച്ച് കൊളുത്തിട്ടു. പിന്നെ ദൃഢനിശ്ചയത്തോടെ കൊളുത്തിൽ മുറുകെ പിടിച്ചു നിന്നു. മകൻ തന്നെ ധിക്കരിക്കുന്നത് ആന്റണിക്ക് സഹിച്ചില്ല. ക്രുദ്ധനായ പിതാവ് നിലം പൊളിയും വിധം ചവിട്ടി അമർത്തി നടന്നെടുത്തു. അയാളുടെ ഉറപ്പുള്ള കൈത്തലം മകന്റെ നേർക്കുയർന്നു. ടപ്പ്! ജെയിംസിന്റെ കവിളിൽ കനത്ത ഒരടി വീണു. എടാ തിണ്ടി, നിനക്ക് എന്നോടുള്ളതിനേക്കാൾ പ്രിയം ഈ ചെറ്റകളോടാണ് അല്ലേ? വ്യഭിചരിച്ച് നടക്കുന്ന ഈ നാറികളെ ആണോടാ നീ വിളിച്ചുകൊണ്ട് വന്ന് കൂടെ താമസിപ്പിച്ചിരിക്കുന്നത്? നിന്നെ ഞാൻ... ആന്റണി വീണ്ടും കൈ ഉയർത്തി. ജെയിംസിന്റെ കവിളിൽ ഒരിക്കൽ കൂടി വിരൽപ്പാടുകൾ പതിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ എന്നെ പപ്പ തല്ലുന്നത്? കൊതി തീരെ തല്ലിക്കോളൂ. അക്ഷോഭ്യനായി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. മകന്റെ കൂസലില്ലാത്ത നിലപാട് കണ്ടിട്ട് ആന്റണിക്ക് ദേഷ്യം വർദ്ധിക്കുകയാണുണ്ടായത്. അയാൾ ജെയിംസിനെ തലങ്ങും വിലങ്ങും അടിച്ചു. റീനയും ഡേസിയും എന്തു ചെയ്യണമെന്നറിയാതെ ഭയസംഭ്രമങ്ങളോടെ തരിച്ചു നിന്നു. എങ്ങോട്ടെങ്കിലും ഓടിക്കളയാനുള്ള പരിഭ്രാന്തിയുണ്ട് ജോസിന്. അയാളുടെ കയ്യിലിരുന്ന് ഹണിമോൾ അപ്പോൾ ഉറക്കെ കരയാൻ തുടങ്ങി. പകലിന്റെ അവസാനത്തെ വെളിച്ചവും ഭൂമിയെ പിരിയുകയായിരുന്നു. കത്തീഡ്രൽ പള്ളിയിൽ നിന്നും അന്തിനേരത്തെ മണി മുഴങ്ങുന്നു. രണ്ടും കൽപ്പിച്ച് റീന ഓടിച്ചെന്നു. ആന്റണിയുടെ കൈകളിൽ കടന്നു പിടിച്ചു. ഞങ്ങളെ തല്ലിക്കോളൂ, എത്ര വേണമെങ്കിലും ഞങ്ങളെ തല്ലിക്കോളൂ, എന്നാലും ജെയിംസിനൊന്നും ചെയ്യരുതേ. അവളുടെ സ്വരം ദയനീയമായി. ചീ, വിടടി എന്നെ. കോപം കൊണ്ട് അന്ധനായ ആ പിതാവ് പെട്ടെന്ന് കൈ വലിച്ചെടുത്തു. റീനയുടെ പെടലി നോക്കി ഒരെണ്ണം കൊടുത്തു. നില തെറ്റിപ്പോയ അവൾ ഒരു വശത്തേക്ക് വീച്ചുപോയി. പപ്പാ! നടുക്കുന്ന വിളിയൊച്ച ജെയിംസിൽ നിന്നുയർന്നു. പപ്പ എന്നെ തല്ലിയാ ഞാനത് കയ്യും കെട്ടി നിന്നുകൊള്ളും. പക്ഷേ നിരപരാധികളായ ആ പെണ്ണുങ്ങളെ തല്ലിയാൽ എനിക്കത് സഹിക്കാനൊക്കത്തില്ല. സഹിക്കാതെ പിന്നെ നീ എന്ത് ചെയ്യുമടാ? എവിടെയോ കിടന്ന ഈ പുഴുത്ത പരിശകൾക്ക് വേണ്ടി നീ എന്നെ തല്ലുമോ? ആന്റണിക്ക് ഇതപ്പോടെ അലറി ചോദിച്ചു. പപ്പയുടെയും മകന്റെയും തീ പാറുന്ന നോട്ടങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. വിളക്ക് തെളിയാത്ത വീടിന്റെ മുറ്റത്ത് അന്തിനേരത്തെ പാതി ഇരുട്ടിൽ പകയാളുന്ന മനസ്സോടെ പിതാവും പുത്രനും പരസ്പരം നോക്കി നിന്നു. നെഞ്ചു പൊട്ടുന്ന സങ്കടമായിരുന്നു ഡേസിക്ക്. സ്നേഹനിധിയായ പപ്പയും അയാളുടെ ഗുണവാനായ മകനും രണ്ടുപേരും തമ്മിൽ ആജന്മ ശത്രുക്കളെ പോലെ ആയിത്തീർന്ന നിമിഷങ്ങൾ. എല്ലാം തന്നെ ഒരാളെ ചൊല്ലിയുള്ള നാശങ്ങൾ. വരേണ്ടിയിരുന്നില്ല. പോൾ ബാബുവിനോട് പക തീർക്കാനായി ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. അവൾ മനോവേദനയോട് ഓർത്തു. ഞാൻ പോകുന്നു. മേലിൽ നീ എനിക്ക് മകനല്ല, പപ്പയെന്ന് വിളിച്ച നീ എന്റെ കണ്ണും വെട്ടത്ത് വന്നു പോകരുത്. ആന്റണി വൈരാഗ്യത്തോടെ അവസാന വാക്ക് പറഞ്ഞു. ഗേറ്റ് തുറന്ന് അയാൾ വഴിയിലിറങ്ങി നടന്നു നീങ്ങി. ജെയിംസ് ആകെ വിയർത്തൊഴുകി. പപ്പ കണ്ണിൽ നിന്ന് മറിയുവോളം അയാൾ നോക്കി നിന്നു. അപരാധബോധം അയാളുടെ മനസ്സിനെ കാർന്നു തിന്നുകയാണ്. ക്ഷമിക്കാനാവാത്ത രീതിയിൽ താൻ പപ്പയോട് കയർത്തുവോ? തൻ്റെ പ്രിയപ്പെട്ട പപ്പ. ഓർമ്മയിൽ എന്നോളം പിതാവ് തൻ്റെ നുള്ളി നോവിച്ചതിൻ്റെ ചിത്രമില്ല. സ്നേഹിതനെ പോലെ, വഴികാട്ടിയെപ്പോലെ, വാത്സല്യമുള്ള ഗുരുവിനെ പോലെ പപ്പ തന്നെ നയിച്ചു. എന്നിട്ടൊടുവിൽ താൻ പപ്പയെ ധിക്കരിച്ചു. ആ കാരുണ്യം തുളുമ്പുന്ന ഹൃദയം താൻ മുറിപ്പെടുത്തി. പപ്പ! ഞെട്ടിയുണർന്നതുപോലെ അയാൾ വിളിച്ചു. ഗേറ്റ് കടന്ന് ഒരു കുതിപ്പിന് അയാൾ റോഡിലെത്തി. ദിഗ്ഭ്രമം ബാധിച്ചവനെ പോലെ മറ്റെല്ലാം മറന്ന് കണ്ണിൽ കണ്ട വഴികളിലൂടെയൊക്കെ ഓടി. പപ്പ ഏതിലെയാണ് പോയത്?
നോക്കുന്നിടത്തെല്ലാം റോഡാണ്. എവിടെ നിന്നാലും ബസ്സോ ഓട്ടോയോ കിട്ടും. ഈ രാത്രിയിൽ പപ്പ എവിടേക്കാവും പോയത്? അന്തസംഘർഷത്താൽ ജെയിംസ് ആകെ പരവശനായി. പപ്പയെ കണ്ടുപിടിക്കണം, എല്ലാം വിശദമായി പറഞ്ഞ് സമാധാനപ്പെടുത്തണം. അടുത്ത് കണ്ട ഒരു ഹോട്ടലിൽ കയറി ജെയിംസ് ലോഡ്ജിലേക്ക് മാറി മാറി ഫോൺ ചെയ്തു. അവസാനം ഒരിടത്തു നിന്നും ഉദ്ദേശിച്ച മറുപടി കിട്ടി. ആന്റണി എന്നല്ലേ പേര്? ശരി ശരി, ഇപ്പോൾ വന്നതേ ഉള്ളൂ. റൂം നമ്പർ 17. മിനി റെസ്റ്റ് ഹൗസ് എന്നായിരുന്നു ആ സ്ഥാപനത്തിന്റെ പേര്. ഒരു ഓട്ടോ വിളിച്ച് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ജെയിംസ് മിനി റെസ്റ്റ് ഹൗസിലെത്തി. ഉടുത്തിരിക്കുന്ന ഡ്രസ്സോടെ കിടക്കയിൽ മലർന്നു കിടന്ന് പലതും ആലോചിക്കുകയായിരുന്നു ആന്റണി. മകൻ തന്നെ ധിക്കരിച്ചതിലല്ല, അവന്റെ ഭാവി ആകെ നശിച്ചു പോകുന്നതിലാണ് ആ പിതാവിന് സങ്കടം. കലക്ടറേറ്റിൽ ക്ലർക്ക് ജോലിയുള്ള ഒരു പെണ്ണിനെയാണ് അയാൾ മകനു വേണ്ടി കണ്ടെത്തിയത്. നല്ല കുടുംബം, ഏക മകൾ, ന്യായമായ സ്വത്ത്, കാണാൻ സുന്ദരി. വാക്കാൽ പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞു. ഇനി ചെറുക്കനും പെണ്ണും ഒന്ന് തമ്മിൽ കാണണം. അതിന് മകനെ വിളിച്ചുകൊണ്ടുപോകാനാണ് ആന്റണി വന്നത്. പക്ഷേ എല്ലാം കുഴപ്പത്തിലായി. അല്ല, കുഴപ്പത്തിലാക്കി. ലാസറിന്റെ ആ നശിച്ച സന്തതികൾ, വിഷസർപ്പങ്ങൾ. ആലോചിച്ച് കിടക്കെ വാതിലിൽ മുട്ടുന്നത് കേട്ടു. ആന്റണി എഴുന്നേറ്റ് വാതിൽ തുറന്നു. ജെയിംസ്, നീയോ? അറപ്പ് തോന്നിയതുപോലെ ആ പിതാവ് പിന്നോട്ട് ചുവടുവെച്ചു. പപ്പ! ഒരു പൊട്ടിക്കരച്ചിൽ പോലെയായിരുന്നു ആ വിളി. എന്നോട് ക്ഷമിക്കണം പപ്പ. ജെയിംസ് അയാളുടെ കാൽക്കൽ വീണു. ഒരു നിമിഷം ആന്റണിയുടെ ഹൃദയം വിങ്ങിപ്പോയി. വീട്ടിലേക്ക് മടങ്ങി വന്ന ധൂർത്തപുത്രനെ സ്വീകരിച്ച പിതാവിനെ പോലെ അയാൾ തൻ്റെ മകനെ പിടിച്ചുയർത്തി നെഞ്ചിൽ ചേർത്തു. അമർഷവും ദേഷ്യവും എല്ലാം ആന്റണിയുടെ മനസ്സിൽ നിന്നും ഉരുകിയകന്നു. നീ വന്നത് നന്നായി മോനെ, അല്ലായിരുന്നെങ്കിൽ ഈ രാത്രി ഞാൻ ഹൃദയം പൊട്ടി മരിച്ചേനെ, അയാൾ ഗദ്ഗതത്തോടെ പറഞ്ഞു. ലാസറിന്റെ പെമ്മക്കൾ നിരപരാധികളാണ് പപ്പ. ജീവിതത്തിൽ അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ദൈവം അവർക്ക് നൽകിയത് കയ്പുനീരാണ്. ഒരു ബന്ധുവിന്റെ അടുപ്പമുണ്ടായിരുന്ന എനിക്ക് പോലും അവരുടെ പരിശുദ്ധി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പപ്പ അന്ന് എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് ചെല്ലുമ്പോൾ ഡെയ്സി ഒമിത്തിയിൽ നീറി കഴിയുകയായിരുന്നു. നമ്മളിൽ നിന്ന് അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഡെയ്സി മോതിരമെടുത്ത് എറിഞ്ഞതും എന്നെ അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞതും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ പറയുന്നത് ഏതർത്ഥത്തിലാണ്? പപ്പ ഇവിടെ ഇരിക്കൂ, ഞാൻ എല്ലാം വ്യക്തമാക്കി തരാം. ജെയിംസും ആന്റണിയും കിടക്കയിൽ അടുത്തടുത്തിരുന്നു. മകൻ വിവരിച്ച കഥകൾ കേട്ട് പപ്പ അമ്പരന്നു. ഭൂമിയിൽ എങ്ങനെയും മനുഷ്യരുണ്ടോ? അതും പണവും പ്രതാപവും ഉള്ളവർ. ഡേസിക്ക് വേണ്ടി പോൾ ബാബുവിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അയാൾ സ്ഥലത്തില്ല, ഏതോ ദൂരയാത്രയിലാണ്. മടങ്ങി വരാൻ ഒരാഴ്ച കഴിയുമെന്ന് അവിടുത്തെ വേലക്കാരൻ പറഞ്ഞു. പോൾ ബാബു വരുന്നവരെ റീനയും ഡേസിയും എൻ്റെ വീട്ടിൽ താമസിക്കുന്നതിൽ പപ്പയ്ക്ക് വിരോധമുണ്ടോ? എനിക്കൊരു വിരോധവുമില്ല മോനെ. പക്ഷേ നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കൂട്ടത്തിൽപ്പെട്ടവരാരെങ്കിലും അവിടെ വന്നാലോ? 2 ചെറുപ്പക്കാരികളോടൊത്താണ് നീ താമസമെന്നറിഞ്ഞ് അവർ നിന്നെ തെറ്റിദ്ധരിക്കില്ലേ? നീയുമായുള്ള വിവാഹം വേണ്ടെന്ന് ആ പെണ്ണ് പറയില്ലേ? വേണ്ടെങ്കിൽ വേണ്ട, അത്ര തന്നെ. എൻ്റെ പരിശുദ്ധിയെ ആശ്വസിക്കുന്നവളുമായി എനിക്ക് ബന്ധപ്പെടണമെന്നില്ല പപ്പ. എന്നെ കെട്ടാനിരിക്കുന്ന ഒരുവളേക്കാൾ എനിക്ക് കടപ്പാടുള്ളത് ലാസൂർ ചേട്ടൻ്റെ പെമ്മക്കളോടാണ്. സഹായത്തിനൊരാളില്ലാതെ റീനയും ഡേസിയും ഈ പട്ടണത്തിൽ ചുറ്റിത്തിരിയുന്നത് എനിക്ക് സഹിക്കുന്ന കാര്യമല്ല. ശരി, നിന്റെ മനോഗതിക്ക് അനുസരിച്ച് എന്തു ചെയ്തോളൂ, ഞാൻ പരാതിപ്പെടില്ല. എങ്കിൽ പപ്പ വരൂ, നമുക്ക് എൻ്റെ താമസ സ്ഥലത്തേക്ക് പോകാം. അത് വേണോ മോനെ? ഏതായാലും ഈ മുറി ഞാൻ എടുത്തതല്ലേ, ഇവിടെ ഞാൻ കഴിഞ്ഞോളാം. രാവിലെ നീ വന്നിട്ട് ഞാൻ നാട്ടിലേക്ക് മടങ്ങും. പപ്പ ഈ വാടക മുറി കഴിയുമ്പോൾ എനിക്ക് അവിടെ ഉറക്കം വരുമെന്ന് പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? ഒന്നുകിൽ നമ്മൾ രണ്ടും ഇവിടെ, അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് പോവാം. അവസാനം ആന്റണി മകന്റെ തീരുമാനത്തിന് വഴങ്ങി. 2 പേരും വാടക വീട്ടിലെത്തി. അവിടെ അപ്പോഴും വിളക്ക് തെളിഞ്ഞിട്ടില്ല. ജെയിംസ് തിണ്ണയിലേക്ക് കയറി വെളിയിലത്തെ ലൈറ്റ് തെളിച്ചു. റീനെ, ഡെയ്സി, അയാൾ വിളിച്ചു. ആരും വിളി കേട്ടില്ല. അടഞ്ഞ വാതിലിൽ പതുക്കെ ഒന്ന് തള്ളി നോക്കി. കതക് തുറന്നകന്നു. ആന്റണിയും ജെയിംസും ഓരോ മുറികളിലും കയറി നോക്കി. ആരുമില്ല. വീടിന്റെ പിൻവശത്ത് ചെന്ന് ജെയിംസ് വിളിച്ചു. റീനെ, ഡെയ്സി. ചുറ്റുമതിലിൽ തട്ടി ആ വിളി അയാൾക്കു നേരെ പ്രതിധ്വനിച്ചു. റീനയും ഡെയ്സിയും മറ്റും ടാക്സി പിടിച്ച് നേരെ ഇടത്തല പള്ളിയിലേക്കാണ് പോയത്. ഫാദർ മാത്യൂസിന്റെ സഹായം തേടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. രാത്രി 10 മണിയായപ്പോൾ ഇടത്തലയിലെത്തി. പള്ളിമേടയിൽ വിളക്കണഞ്ഞിരുന്നില്ല. നിത്യവുമുള്ള ദീർഘമായ പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ എഴുന്നേറ്റതേയുള്ളൂ. പുറത്ത് കാർ വന്ന് നിൽക്കുന്നതിൻ്റെയും ഡോറുകൾ തുറന്നടയുന്നതിൻ്റെയും ഒച്ച കേട്ട് ഫാദർ മാത്യൂസ് വാതിൽ തുറന്നു. ആഗതരെ കണ്ടിട്ട് അദ്ദേഹം കുറച്ചൊന്ന് വിസ്മയിച്ചു. റീനയും ഡേസിയും.
ഡെയ്സിയുടെ തോളിൽ ഒരു കൈക്കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നു. അവർക്ക് പിന്നിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, പിന്നെ ഒരു പയ്യനും. നല്ല മുഖപരിചയം തോന്നുന്നുണ്ട് പയ്യനെ കണ്ടിട്ട്. അച്ഛൻ ഞങ്ങളെ മറന്നോ? റീന ചോദിച്ചു. ലാസറിന്റെ മക്കളെ എനിക്ക് മറക്കാനാവില്ലല്ലോ. കയറി വരൂ. എന്താണ് ഈ രാത്രിയിൽ? വരുന്ന വഴിയാണോ? നാളെ വന്ന് അച്ഛനെ കാണണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് തന്നെ പോരേണ്ടി വന്നു. എന്താ പ്രത്യേകിച്ച്? എന്തെങ്കിലും ആവശ്യമുണ്ടായോ റീനയ്ക്ക്? ആവശ്യമുണ്ടായി, പക്ഷെ അത് ഒടുവിൽ പറയാം. ആദ്യം എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തട്ടെ. അവൾ ജോസിനെ അടുത്ത് വിളിച്ച് ഫാദർ മാത്യൂസിന് പരിചയപ്പെടുത്തി കൊടുത്തു. വിവാഹം കഴിഞ്ഞെങ്കിലും ഈ കുട്ടി ഞാൻ പ്രസവിച്ചതല്ല, കേട്ടോ അച്ഛാ? ഡെയ്സിയുടെ തോളിൽ ഉറങ്ങിക്കിടന്ന ഹണിമോളെ ചൂണ്ടി റീന പറഞ്ഞു. ഞാനത് ഊഹിച്ചു. ആ വൈദ്യന്റെ മുഖത്ത് വിഷാദം പുരണ്ട ഒരു മന്ദഹാസം പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് മാത്രമായി അച്ഛന് ചില കാര്യങ്ങൾ ധരിപ്പിക്കാനുണ്ട്, റീന അറിയിച്ചു. ശരി, വരൂ. അച്ഛൻ അവളെയും കൂട്ടിക്കൊണ്ട് മുറിക്കുള്ളിൽ കയറി. അവർ ഏറെ നേരം സംസാരിച്ചു. ഇനി ഞങ്ങൾക്കുള്ള ഏക ആശ്രയം അച്ഛനാണ്. ജനിച്ചു വളർന്ന ഈ നാട്ടിൽ ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടി താമസിക്കണം. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ സഹായം ഏത് കാര്യത്തിലും റീനയ്ക്ക് പ്രതീക്ഷിക്കാം. വസ്തുതകൾ തുറന്നു പറയുന്നതിന് ഒരു മടിയും വിചാരിക്കണ്ട. മുത്തുവിൻ്റെ കാര്യത്തിൽ അച്ഛനൊരു പോംവഴി കണ്ടുപിടിക്കണം. അവനെ ഈ നാട്ടിൽ നിർത്തിയാൽ പോൾ ബാബുവും അവറാച്ച മുതലാളിയും ചേർന്ന് അവൻ്റെ ഉയരെടുക്കും. ദൂരെ ഏതെങ്കിലും ഒരു വീട്ടിൽ അച്ഛൻ മുത്തുവിനെ വേലയ്ക്ക് ഏർപ്പാടാക്കി തരണം. അത് ഞാൻ ചെയ്യാം റീനെ. ഈ രാത്രി അവനിവിടെ നിൽക്കട്ടെ. നാളെ രാവിലെ അവനൊരു മാർഗം ഞാൻ കാണിച്ചു കൊടുക്കാം. ഫാദർ മാത്യൂസ് സമ്മതിച്ചു. ക്ലോക്കിൽ മണി 11 അടിച്ചു. കാത്തിരുന്ന് മുഷിഞ്ഞ ടാക്സി ഡ്രൈവർ 2-3 തവണ ഹോൺ മുഴക്കി. മുത്തു, ഞങ്ങൾ പോകട്ടെ. നേരം വെളുത്താലുടനെ അച്ഛൻ നിന്നെ ഒരു നല്ല സ്ഥലത്തെത്തിക്കും. ഇവിടെ ഞങ്ങളോടൊപ്പം നീ ജീവിച്ച അവറാച്ച മുതലാളി മിനിട്ട് വെച്ച് പിടികൂടും. ആരും അറിയാതെ നിന്നെ അയാൾ കായലിൽ താഴ്ത്തും. റീന അവൻ്റെ ചെമ്പിച്ച മുടികളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പിരിഞ്ഞു പോകുന്നതിൽ മുത്തുവിന് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. പക്ഷേ അവറാച്ച മുതലാളിയെ ഓർക്കുമ്പോൾ ഇടത്തലയിൽ തങ്ങാനും നിവൃത്തിയില്ല. ഡെയ്സിയും ജോസും മുത്തുവിനോട് യാത്ര ചോദിച്ചു. നീ എവിടെ വേലയ്ക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. റീനി ഡെയ്സി അറിയിക്കാതെ ഞാൻ അവിടൊക്കെ പണിക്ക് വരാം. നമുക്ക് തമ്മിൽ എപ്പോഴും കാണാം. ആ 15-കാരന് ജോസ് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. എല്ലാവരും കാറിൽ കയറി. ആ വാഹനം അകലുന്നത് നോക്കി മുത്തു വ്രണിത ഹൃദയനായി നിന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും മുത്തുവിനെ പിരിഞ്ഞതിൽ റീനയ്ക്കും ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ അതിനല്ലേ കഴിയൂ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർ വീടിന് മുമ്പിലെത്തി. എല്ലാവരും ഇറങ്ങി. വീടെന്ന് പറയാനാവില്ല. മഴയും മറ്റുമേറ്റ് വീഴാറായി നിൽക്കുന്ന കൊച്ചുകുടിൽ. നല്ല നിലാവട്ടമുണ്ട്. തെളിഞ്ഞ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ. ടാക്സിക്കാരനെ വാടക കൊടുത്ത് തിരിച്ചയച്ചു. എവിടാ നിങ്ങളുടെ വീട്? ജോസ് ചോദിച്ചു. വീടിൻ്റെ മുമ്പിലാണ് ജോസ് ചേട്ടൻ നിൽക്കുന്നത്, റീന പറഞ്ഞു. അയ്യോ, ഞാൻ വിചാരിച്ചത് ഇത് ആരാണ്ടയുടെ പശുക്കൂടെന്നാ. കാറ്റ് വന്നാൽ ഈ പെര പുറത്തോട്ട് വീഴും. എനിക്ക് പേടിയാ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ. അല്ലെങ്കിലും ജോസ് ചേട്ടനെ ഉള്ളിൽ കിടത്തുന്നില്ല. അവിടുത്തെ പോലെ ഇവിടെ തരാതരം മുറികളൊന്നുമില്ല. വെളിയിൽ കിടന്നു. എനിക്ക് അതും പേടിയാ റീനെ. എന്നാൽ ഉറങ്ങണ്ട. മെഴുകുതിരിയും തീപ്പെട്ടിയും കരുതിയിട്ടുണ്ടായിരുന്നു. റീന അതിലൊന്ന് കത്തിച്ചു. നാളുകൾക്ക് മുമ്പ് ഒരു വെളുപ്പാങ്കാലത്ത് യാത്ര പറഞ്ഞ് പിരിഞ്ഞ സ്വന്തം വീട്ടിലേക്ക് ഇതാ വീണ്ടും എത്തിയിരിക്കുന്നു. ആ പഴയ നാളുകൾ. കായൽക്കാറ്റിൽ മെഴുകുതിരി കെടാതിരിക്കാൻ ശ്രദ്ധിച്ച് അവൾ തിണ്ണയിലേക്ക് കയറി. ഡെയ്സിയുടെ നെഞ്ചിനുള്ളിൽ ദുഃഖം കനത്തു നിൽക്കുകയാണ്. അപ്പച്ചൻ, റൂബിളച്ചായൻ, സാബുച്ചായൻ, ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വീടിൻ്റെ ചെറിയ തിണ്ണയിൽ എല്ലാവരും ചേർന്നിരുന്ന് ചിരിച്ച് രസിച്ചിട്ടുള്ള പണ്ടത്തെ നാളുകൾ. കാലം തിരിച്ചു നടന്നെങ്കിലെന്ന് ഡെയ്സി വെറുതെ ആശിച്ചു. എല്ലാവരുമായി പങ്കുവെച്ച സന്തോഷം ഒരിക്കൽ കൂടി കൈവന്നെങ്കിൽ. വീടിൻ്റെ തറയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. വെൺചിതലും വേട്ടാവെളിയും കൂടുമാണ് മുളങ്കഴുക്കുകളിലെല്ലാം. അടുക്കളയിൽ ചട്ടിയും കലവും പൂപ്പൽ പിടിച്ച് കിടക്കുന്നു. അപ്പച്ചാ, ഞങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു, ഒരു തേങ്ങലോടെ ഡെയ്സി പതുക്കെ പറഞ്ഞു. ഇടത്തലയിലാകെ ആ വാർത്ത ചുറ്റിക്കറങ്ങി. ലാസറിന്റെ പെൺമക്കൾ തിരിച്ചെത്തി. ഒരു ചെറുപ്പക്കാരനും കൈക്കുഞ്ഞുമായി ലാസറിന്റെ മക്കൾ തിരിച്ചെത്തി. അവൻ എടുത്തുകാരനാ? ക്രിസ്ത്യാനിയോ അതോ മറ്റു വല്ല ജാതിക്കാരനുമോ? ആ കൊച്ച് ഏതായിരിക്കും? ചേട്ടത്തിയുടേതാണോ അനിയത്തിയുടേതാണോ? ആർക്കും ഉത്തരം വ്യക്തമല്ല. തലതെറിച്ച പെണ്ണുങ്ങളോട് നേരിട്ട് ചോദിക്കാനും വയ്യ. അവളുമാർ പിന്നെയും വന്നെന്ന് ഗ്രേസമ്മ അവറാച്ച മുതലാളിയോട് പറഞ്ഞു.
ഉം മുതലാളി കനപ്പിച്ചൊന്നു മൂളി. കൂടെ ഒരുത്തനുണ്ട്, ഒരു തകിലുമുട്ടൻ, വല്ല പുറംജാതിക്കാരനുമായിരിക്കും. ഇവിടെ നമ്മുടെ പള്ളിയിൽ അവനെ കയറ്റരുത്, ഇടവകയിലും ചേർക്കരുത്. ഉം ഓ, എന്നാ പറഞ്ഞാലും ഒരു മൂളല്. നീ ഒന്ന് ചുമ്മാതിരിക്കുക ഗ്രേസമ്മേ. ഇവിടെ ഇലക്ഷൻ വന്ന് തലയിൽ കയറിയിരിക്കുന്നു. അന്നേരത്താ ഒരു റീനയും ഡേസി. മുതലാളി വോട്ടർ പട്ടിക നിവർത്തി വച്ച് ഭൂരിപക്ഷം കണക്കാക്കാൻ തുടങ്ങി. മുല്ലപ്പൂ ചിഹ്നത്തിൽ സംസ്ഥാനത്ത് ഭൂരിപക്ഷം കിട്ടിയാൽ അവറാച്ച മുതലാളി എന്ന KT അബ്രഹാം ഒരു മന്ത്രി. തെരഞ്ഞെടുപ്പ് ദിനം വന്നെത്തി. ഇടത്തലയിലെ പൗരജനങ്ങൾ പോളിംഗ് ബൂത്തിന് മുന്നിലെത്തി. മുല്ലപ്പൂ ചിഹ്നത്തിന്റെ ബാനറുകളും ബോർഡുകളും ജനങ്ങളെ നോക്കി ചിരിച്ചു. ഭൂരിപക്ഷം സമ്മതിദായകരുടെയും കീശകളിൽ അവറാച്ച മുതലാളിയുടെ പ്രലോഭനം കറൻസികളായിട്ട് കയറിപ്പറ്റി. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ റേഡിയോയ്ക്ക് മുന്നിൽ നിന്ന് മുല്ലപ്പൂ പാർട്ടിക്കാർ കൈയടിച്ചു, കടുവ കളിച്ചു, ഓണപ്പാട്ടും വള്ളപ്പാട്ടും പാടി. ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലും മുല്ലപ്പൂ ലീഡ് ചെയ്യുന്നു. 3 മണിയായപ്പോൾ ഇടത്തലയിൽ അവറാച്ച മുതലാളിയുടെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ KT അബ്രഹാം വിജയത്തിന്റെ സോപാനത്തിലെത്തിയിരിക്കുന്നു. 10,000ങ്ങളുടെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവറാച്ചൻ തുറന്ന ജീപ്പിൽ മന്ദം മന്ദം ഇടത്തലയിലെ വീതികൾ പിന്നിട്ടു. ജയ് ജയ് KT അബ്രഹാം, ജയ് ജയ് മുല്ലപ്പൂ ചിഹ്നം. മുല്ലപ്പൂ മാലകൾ വീണ് അവറാച്ചൻ മുതലാളിയുടെ കഴുത്ത് ഒടിയുമെന്നായി. റെഡിമെയ്ഡ് ചിരിയും കൈവീശലുമായി ആ ജനസേവകൻ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു. പിറ്റേന്ന് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം ചേർന്ന് അവറാച്ചനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഏറെക്കാലം രാഷ്ട്രീയത്തിൽ നിന്നും അകന്നു നിന്നതിനു ശേഷം വീണ്ടും ജനസേവനത്തിന് തയ്യാറായ അവറാച്ചന്റെ തെരഞ്ഞെടുപ്പ് ഐക്യകണ്ഠേനയായിരുന്നു. രാവിലെ ചേർന്ന മാരത്തോൾ യോഗത്തിന് ശേഷം അവറാച്ചന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടു. രാജ്ഭവന് മുന്നിൽ താൽക്കാലികമായി പണി തീർത്ത നയന മനോഹരമായ വേദിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സമയം വൈകുന്നേരം 6 മണി. ടൂറിസം വകുപ്പിന്റെ പ്രത്യേക ദീപാലങ്കാരങ്ങൾ. അവറാച്ച മുതലാളിയും ഗ്രേസമ്മയും മക്കൾ ജോയിയും റസീനയും തലസ്ഥാന നഗരത്തിലെ നക്ഷത്ര ഹോട്ടലിലാണ് താമസം. മന്ത്രിസഭാ രൂപവൽക്കരണം സംബന്ധിച്ച് അവറാച്ചൻ രാജ്ഭവനിൽ ഗവർണറുമായി ചർച്ച നടത്തി. ഉച്ച കഴിഞ്ഞ് 4 മണിയോടെ രാജ്ഭവൻ വളപ്പിൽ നല്ല തിരക്കായി. നേതാക്കൾ എത്തിത്തുടങ്ങി. ജനം അവറാച്ചനെ ഹർഷാരവത്തോടെ സ്വീകരിച്ചു. ഗ്രേസമ്മയ്ക്കും മക്കൾക്കും രോമാഞ്ചം. 6 മണിക്ക് 1 മിനിറ്റുള്ളപ്പോൾ ഗവർണർ വേദിയിലെത്തി. തുടർന്ന് ചീഫ് സെക്രട്ടറി മന്ത്രിമാരെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുന്നതിന് ഗവർണറോട് അനുമതി ചോദിച്ചു വാങ്ങി. അവറാച്ചൻ വേദിയിലെത്തി. ഷർട്ടിന്റെ ബട്ടൺ ഹോളിൽ ഒരു മുല്ലപ്പൂ. ഗവർണർ സത്യപ്രതിജ്ഞാ വാചകം വായിച്ചു കൊടുത്തു. അവറാച്ചൻ അത് ആവർത്തിച്ച് പറയാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കാണികൾക്കിടയിൽ നിന്നും ഒരു യുവതി ചാടി എഴുന്നേറ്റ് വേദിയുടെ നേർക്ക് ഓടിയെടുത്തു. അവളെ നീട്ടിപ്പിടിച്ച കൈകളിൽ ഒരു പിഞ്ചു പൈതൽ. വാച്ച് ആൻഡ് വാർഡനും സെക്യൂരിറ്റിക്കാർക്കും തടയാൻ കഴിയുന്നതിന് മുമ്പ് അവൾ തൻ്റെ ഇടത്തോടെ വേദിയിലേക്ക് ചാടിക്കയറി. കയ്യിലിരുന്ന കുഞ്ഞിനെ ഗവർണറുടെ മുന്നിൽ കിടത്തി. സദസ്സിൽ അപ്പോൾ നിയന്ത്രണാതീതമായ ഒരു ഇരമ്പൽ ഉയർന്നു പൊങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.